അപ്പോൾ ഇന്ന് മൂന്നാമത്തെ ദിവസം. അപ്പോൾ രാവിലെ തന്നെ എണീച്ച് ഫുഡും കഴിച്ച് പാത്രമൊക്കെ കഴുകാനുള്ളത് കഴുകി വെച്ചു. അത് കഴിഞ്ഞ് അമ്മേൻ്റെ റൂമിൽ ചെന്ന് ജനലൊക്കെ വേഗം തന്നെ ഒന്ന് തുടച്ചിട്ടു. അത് കഴിഞ്ഞ് അവിടുത്തെ ഫാൻ തുടയ്ക്കാണ്ട്, അപ്പോൾ അതും വേഗം തുടച്ചിട്ട് കഴിഞ്ഞ് അവരുടെ കർട്ടനും വിരിച്ച് കഴിഞ്ഞ് ഞാൻ എൻ്റെ റൂമിൽ ചെന്ന് എൻ്റെ പുതപ്പും ഇതൊക്കെ എടുത്ത് അലക്കാനിട്ടു. അതിന് വീടൊക്കെ ഒന്ന് വേഗം അടിച്ച് വരയിട്ട് കഴിഞ്ഞ് പുതിയ മോപ്പ് അൺബോക്സ് ചെയ്തു. അത്യാവശ്യം നല്ല മോപ്പായിരുന്നു. അങ്ങനെ ആ മോപ്പൊക്കെ വേഗം എടുത്ത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് ആ മോപ്പിൻ്റെ പാത്രം എടുത്ത് വെള്ളം നിറച്ചു. അതിന് വെള്ളത്തിൽ കുറച്ച് ലൈസോളും ആഡ് ചെയ്ത് സിറ്റൗട്ട് തുടയ്ക്കാൻ പോയി. ആദ്യമായിട്ട് തുടയ്ക്കുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് സിറ്റൗട്ടൊക്കെ നല്ല സൂപ്പറായിട്ട് തുടച്ചിട്ട് അങ്ങനെ സിറ്റൗട്ടൊക്കെ തുടച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പോൾ ഐസ്ക്രീം മേടിച്ചുകൊണ്ട് വന്ന് അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞാൻ വീണ്ടും പണി തുടങ്ങി. അങ്ങനെ വേഗം വീടൊക്കെ തുടച്ച് കഴിഞ്ഞ് അതിൻ്റെ മോപ്പിൻ്റെ തുണിയൊക്കെ വേഗം ഒന്ന് അലക്കിയിട്ടപ്പോഴത്തേക്കും കറി റെഡിയായിരുന്നു. പിന്നെ വാഷിംഗ് മെഷീനിൽ കിടക്കുന്ന തുണിയൊക്കെ മുകളിൽ കൊണ്ട് വിരിച്ചിട്ടു. അതിന് കുറച്ച് പേരൊക്കെ സാഹസം കാണിച്ച് പറിച്ച് കൈക്കലാക്കി. അതിന് വായനശാലയിൽ പോകാൻ വേണ്ടി വേഗം തന്നെ ഡ്രസ്സ് മാറി കഴിക്കാനിരുന്നു. അങ്ങനെ വായനശാലയിൽ പോയപ്പോഴാണ് മനസ്സിലായ നമ്മൾ പോസ്റ്റായെന്ന്. അങ്ങനെ എല്ലാം ശരിയാകുന്നുള്ള രീതിയിൽ കുറച്ച് നേരം അവിടെ കുത്തിയിരുന്നു. ബാലവേദിയുടെ പ്രസിഡൻ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ മുമ്പിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് കുട്ടികളോട് എന്തെല്ലാമൊക്കെ ഞാൻ പറഞ്ഞു. അങ്ങനെ പരിപാടിയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോഴാണ് ഒരു പഴയ വാട്ടർ ക്യാൻ എൻ്റെ കണ്ണിൽ പെട്ടത്. പിന്നെ ഒന്നും നോക്കിയില്ല, അത് ചെടി നടാനായിട്ട് മുറിച്ചു. അങ്ങനെ മുറിച്ചൊക്കെ കഴിഞ്ഞ് ചെടി നടാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ വഴി വരത്തൊരു വേപ്പില കണ്ടു. വേറുള്ള വേപ്പാണെന്നും പറഞ്ഞ് പോയി പറിച്ചു, പക്ഷെ വേരുണ്ടായില്ല. അപ്പം എന്തായാലും വാട്ടർ ക്യാൻ മുറിച്ചല്ലേ എന്ന് വിചാരിച്ച് മുകളിൽ കൊണ്ടുപോയത് മണ്ണ് നിറച്ച് അത് മാറ്റി വെച്ചു. പിന്നെ മുകളിലുള്ള ചെടികളൊക്കെ വേഗം ഓടി നടന്ന് വെള്ളം ഒഴിച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ തുണികളെല്ലാം ഉണങ്ങിയിരുന്നു. കാറ്റിൻ്റെ ശക്തിയല്ല, അതെല്ലാം ഒരു സൈഡിൽ തന്നെ എത്തിയിരുന്നു. അപ്പോൾ അതെല്ലാം വേഗം തന്നെ എടുത്ത് കൊണ്ടുപോയി വിരിച്ചിട്ടു. അത് കഴിഞ്ഞ് ഗസ്റ്റിനായി ഞാൻ സ്വയം തണ്ണിമത്തൻ ജ്യൂസ് കലക്കി കൊടുത്തു. പിന്നെ ഭക്ഷണം കഴിച്ചു. അപ്പോൾ അത്രയുള്ളൂ.